എന്താണ് ഭാരത് മാതാ സങ്കല്പം? ഗവർണറുടെ രാജ്ഭവനിൽ കണ്ട ഭാരതാംബ യഥാർത്ഥ ഭാരതാംബയാണോ, അത് RSSന്റെ ചിഹ്നമായ ഭാരതാംബയാണോ? നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ആ ഭാരതാംബയുടെ ചരിത്രം എന്താണ്? പ്രേക്ഷകർക്ക് രണ്ട് ദൃശ്യങ്ങൾ കാണാം. ഒന്ന് അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം, മറ്റൊന്ന് RSSന്റേതായ രാജ്ഭവനിൽ ഇന്നിപ്പോൾ കണ്ട ഭാരത് മാതയുടെ ചിത്രം. കാവിക്കൊടി പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ അതൊന്നുമില്ല. ഭാരത് മാതയുടെ ആദ്യ ചിത്രമാണ്. ഞാൻ ഇതിന് തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകരോട് പറയാം. 1800കളിലാണ് ഭാരതാംബ എന്ന ആശയം രൂപം കൊള്ളുന്നത്. 1800 അതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 1873ലാണ് കിരൺ ബാനർജി എഴുതിയ ഭാരത് മാത എന്ന നാടകം രംഗത്ത് വരുന്നത്. അതോടുകൂടിയാണ് ആ ആശയത്തിന് ഒരു ഐക്യം സംഭവിക്കുന്നത്, ആശയം പ്രചാരത്തിലെത്തുന്നത്. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഭാരതാംബ എന്നൊരു പരാമർശം നമുക്ക് കാണാനേ കഴിയില്ല. ഭാരതാംബ എന്നൊരാശയം അക്കാലത്തൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല, ആ നാടകത്തിലല്ലാതെ. എന്നാൽ പിന്നീട് വന്ദേമാതരം ഗാനത്തിന്റെ അവസാന വരി ഭാരതാംബയെ ദുർഗാദേവിയായി ആരാധിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം സുഭാഷ് ചന്ദ്രബോസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്നാണ് ഗാനം മുഴുവനായി ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും. എന്നാൽ ദേവതയുടെ പ്രതിച്ഛായ നൽകിയത് അബനീന്ദ്രനാഥ് ടാഗോറാണ് എന്ന വസ്തുത ശരിയാണ്. ഒരു സ്ത്രീയുടെ രൂപം, ഒരു ദേവതയുടെ പ്രതിച്ഛായ അബനീന്ദ്രനാഥ് ടാഗോർ നൽകുന്നു. ഭാരതമാതാവിനെ അലങ്കരിച്ച ദേവതയായി ചിത്രീകരിച്ചു തുടങ്ങിയത് 20ാം നൂറ്റാണ്ടിലാണ്. ആ 20ാം നൂറ്റാണ്ടിനു ശേഷം ഭാരതാംബയെ ഹിന്ദു ഐക്കണായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയത് 1920കളിൽ VD സവർക്കറാണ്. യഥാർത്ഥത്തിൽ VD സവർക്കറാണ് ഈ ചിത്രത്തെ കൂടുതൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. നോക്കൂ, ഇത് അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം, ഇത് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ചിത്രം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1920 ശേഷം ഭാരതാംബയുടെ ക്ഷേത്രങ്ങൾ പലയിടത്തായി സ്ഥാപിക്കപ്പെട്ടു. അതിലൊരു ക്ഷേത്രത്തിൽ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് തന്നെയാണ്, ഭൂപടം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമായിരിക്കുന്നതും. ഇനി ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബ, അതാണ് ഭാരതാംബയെക്കുറിച്ചുള്ള നമ്മളുടെ ആദ്യ സങ്കല്പം. ആ ആദ്യ സങ്കല്പത്തിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് കയ്യിൽ കാവിക്കൊടി പിടിച്ചിരിക്കുന്ന RSSന്റെ VD സവർക്കർ മുന്നോട്ട് വെച്ച ഈ ഭാരതാംബ എന്ന് പറയുന്ന ആശയം. ഇവിടെ പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ കയ്യിൽ കറ്റ കാണാൻ സാധിക്കുന്നുണ്ട്, മാല കാണാൻ സാധിക്കുന്നുണ്ട്, പുസ്തകം കാണാൻ, താളിയോല കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഭാരതാംബയുടെ ഒരു ചിത്രമായി അബനീന്ദ്രനാഥ് ടാഗോർ വരച്ചിരിക്കുന്ന ചിത്രം. എന്നാൽ ആ ചിത്രവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ് ഇപ്പോൾ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം. ഇതിന് യഥാർത്ഥത്തിൽ RSSന്റെ VD സവർക്കർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയമാണ് എന്നാണ് പറയാറുള്ളത്. തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. അബനീന്ദ്രനാഥ് ടാഗോറാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രം വരയ്ക്കുന്നത്. ഭാരതാംബയ്ക്ക് ദേവതയുടെ പ്രതിച്ഛായ നൽകുന്നത് ഭാരത് മാത എന്ന ജലഛായ ചിത്രം, അതാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ആ ഭാരത് മാത എന്ന ഈ ജലഛായ ചിത്രത്തിന്റെ പ്രത്യേകത, ടാഗോറിന്റെ ഭാരത് മാതായ്ക്ക് നോക്കൂ, ഇവിടെ 4 കൈകൾ കാണാൻ സാധിക്കും. എന്നാൽ ഗവർണറുടെ രാജ്ഭവനിലുള്ള ഭാരത് മാതയ്ക്കാവട്ടെ 2 കൈകൾ മാത്രമേ ഉള്ളൂ. ഒന്നിൽ ഒരു പുസ്തകം വഹിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അബനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബയിൽ. മറ്റൊന്നിൽ ഒരു മാല കാണാൻ സാധിക്കുന്നുണ്ട്, മറ്റൊന്നിൽ ഒരു നെല്ലിന്റെ കറ്റയും, 4ാമത്തേതിൽ ഒരു വെളുത്ത തുണിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ആകെ കയ്യിലുള്ളത് RSSന്റേതായ ഒരു കാവി പതാക മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇത് എന്തിനെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നോക്കൂ. ശിക്ഷയെയും ദീക്ഷയെയും അന്നത്തെയും വസ്ത്രത്തെയുമാണ് ഈ ഭാരതാംബ, അബനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബ പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ 20ാം നൂറ്റാണ്ടിനു ശേഷം കൂടുതലായി RSSും 1920കളിലും ഹിന്ദു ഐക്കണായിട്ട് ഉപയോഗിച്ചു വരുന്നത് നമ്മൾ ഈ കാണുന്ന ഭാരതാംബയാണ്. അപ്പോൾ ഈ ഭാരതാംബയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഈ ഭാരതാംബ. ഇനി കൗതുകകരമായ ഒരു കാര്യം, ഭാരതാംബ എന്നുള്ളത് ഒരു ഔദ്യോഗിക ചിഹ്നമേ അല്ല എന്നുള്ളതാണ്. രാജ്ഭവൻ തുടങ്ങിയ ഇടങ്ങളിൽ ഭാരതാംബ എന്ന ഈ ചിത്രം ഉപയോഗിക്കണം എന്നുള്ളതിന് ഒരു നിയമവും നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് മാത്രമല്ല, ഭാരതാംബയെ ഔദ്യോഗികമായ ഒരു ചിഹ്നത്തിന്റെ പുറത്ത് നമ്മൾ അംഗീകരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ രാജ്ഭവനിൽ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ പുകില് അനാവശ്യമാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? മാത്രമല്ല, യഥാർത്ഥ ഭാരതാംബയുമായി ഒരു ബന്ധം പോലും ഇപ്പോൾ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതാംബയ്ക്കില്ല എന്നുള്ളതാണ് വാസ്തവം.